ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കായികമേളക്ക് തുടക്കമായി. തിരൂർ MES സെൻട്രൽ സ്കൂളിലെ 36ാമത് കായികമേള അഗ്നിരക്ഷാ സേന ഓഫീസർ M. രാജേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ശാരീരിക ക്ഷമതയും ആത്മവിശ്വാസവും ഉയർത്താൻ കായികമേളകൾ സഹായിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വി. മധുസൂദനൻ മുഖ്യാതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷനായിരുന്നു. ഗേൾസ് സ്പോർട്സ് ക്യാപ്റ്റൻ നിംന സ്വാഗതം പറഞ്ഞു. സ്കൂൾ സെക്രട്ടറി PA സലാം ലില്ലീസ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ട്രഷറർ K. ജലീൽ, വൈസ് ചെയർമാൻ PA റഷീദ്, ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ, മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ, വൈസ് പ്രിൻസിപ്പൽ PT ബെന്നി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. +2 വിദ്യാർത്ഥിനി വസിയ നന്ദി പ്രകാശിപ്പിച്ചു. Now we have the Ruby House. The Sapphire House, the girls captain, followed by the boys captain, and the young and energetic little ones marching forward. സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകുന്നത്. ഈ സ്പോർട്സ് മീറ്റും അതേപോലെ തന്നെ കരിഷ്മയും ഒക്കെ ഇന്ന് നമ്മുടെ സ്കൂളിൽ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ സ്പോർട്സ് മീറ്റ് നടത്തുന്നത്. വരുന്നതിന് മുമ്പ് ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു. കോവിലകം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ അവസരങ്ങൾ നമ്മളെ ശരിക്ക് വളരെ ടച്ച് ചെയ്യും. വളരെ ഇമോഷണലായിട്ട് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടിയിട്ടുള്ള സ്വീകരണമൊക്കെ എന്നെ വളരെ ഇമോഷണലാക്കി. എന്തോ വളരെ അധികം സന്തോഷം നൽകി. എന്തായാലും ഒരു വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിനിടയിൽ കിട്ടുന്നത്. അതിന് ഈ ഒരു നന്ദി പറയാൻ കൂടി എന്നെ വിളിച്ചിരുന്നത് ഇതിൻ്റെ പ്രിൻസിപ്പൽ മധു സാറാണ്. അദ്ദേഹത്തിന് ഒരു നന്ദി പറയാണ്. ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സിലെ ഒരാൾ എന്ന നിലയ്ക്ക് കായികപരമായിട്ടും പലപ്പോഴും നിങ്ങളുടെ മാർച്ച് പാസ്റ്റും ഇതൊക്കെ ഞാൻ വളരെ സാഹുതം വീക്ഷിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മളുടെ ട്രെയിനർ ചിലപ്പോൾ അതിൽ ഓടാർന്ന് വരാറുണ്ട്. അതിൻ്റെയൊക്കെ ചില ടിപ്സ് നമുക്ക് ചിലപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ആളുകൾക്ക് എങ്ങനെ അവരെ വളർത്തിയെടുക്കുന്നതും. നമുക്കറിയാം നമ്മളുടെ മികച്ച താരങ്ങളൊക്കെ കായിക ലോകത്ത് നമ്മൾ പരിചിതരായിട്ടുള്ള മികച്ച താരങ്ങളൊക്കെ സ്കൂൾ തലങ്ങളിൽ നിന്ന് കണ്ടെത്തി അവരുടെ കഠിന പ്രയത്നങ്ങളിലൂടെ മികച്ച താരങ്ങളായിട്ടുള്ളതാണ്. ഈ ഒരു സ്പോർട്സിലൂടെ നമ്മൾക്ക് മറ്റൊരു കാര്യങ്ങൾ കൂടി നമുക്ക് ആർജിക്കാൻ പറ്റും. ഒന്ന്, നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്. ഒന്നുമില്ലെങ്കിലും നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ വലിയൊരു നേട്ടം, നമ്മൾ അറിയാത്ത ഒരു നേട്ടം നമ്മളിൽ വന്നു ചേരും. കാരണം നമ്മുടെ ആത്മവിശ്വാസം, നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്. നല്ല കായിക താരങ്ങളായിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അത്ലറ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജേന്ദ്രൻ സാറ് വിശദമായി നിങ്ങളോട് സംസാരിച്ചു. മക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഫെയിലിയേഴ്സുമായി ബന്ധപ്പെട്ട് മക്കൾ കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ആനുവൽ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടത് ആരോഗ്യമുള്ള മക്കളാണ്. ആരോഗ്യവും, മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവുമുള്ള മക്കളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യമുള്ള മക്കൾ ഉണ്ടാവണമെങ്കിൽ
ഇത്തരത്തിലുള്ള അത്ലറ്റിക് മീറ്റുകളിലും സ്പോർട്സിലും ഗെയിംസിലും എല്ലാം വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടതുണ്ട്. ഈ വർത്തമാന കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളെ പല ഭാഗത്തായി കാണുന്നുണ്ട്. ഒരിക്കലും പാടില്ല. മാക്സിമം എല്ലാവരും ഇതിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായിട്ടുള്ളത്. പ്രൈസ് എന്നതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കരുത്. ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളെ കോൺഫിഡൻസ്, നിങ്ങളെ കറേജ്, നിങ്ങളെ ടീം സ്പിരിറ്റ് എല്ലാം വർദ്ധിക്കും. അത്തരത്തിൽ മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള